ഗുഡ് മോർണിംഗ്. പണ്ട് നമ്മൾ പലരും കളിച്ചിട്ടുള്ളൊരു ഗെയിമാണ് സ്നേക്ക് ആൻഡ് ലാഡർ. അപ്പം അതൊരു ഗെയിം ഓഫ് ചാൻസ് ആണ്. നമ്മൾ ഡൈസ് ഇടുന്നു. അതിൽ നമുക്ക് എപ്പോഴും നമ്പർ 6 കിട്ടണം എന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെ കളിക്കുന്നു. അപ്പോൾ ഒരു ഗെയിം ഓഫ് ചാൻസ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ചിലപ്പം ഹോം എത്തുമ്പോഴത്തേക്ക് 100-ൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കായിരിക്കും 97 ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു വലിയ പാമ്പുണ്ട്. അതിൻ്റെ വായിൽ പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ 2-ലോ 3-ലോ അവിടെ വന്ന് നിൽക്കും. അതുപോലെ തന്നെ ഒരു 17-ഓ 18-ഓ അവിടെ എത്തുമ്പോഴത്തേക്ക് നേരെ 90-കളിൽ എത്തുന്ന രീതിയിലൊരു വലിയൊരു ഏണിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഗെയിം ഓഫ് ചാൻസ് ആണ്. അത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ നമ്മൾ താഴോട്ടേക്ക് പോരും. പക്ഷെ ലൈഫിൽ സ്നേക്സ് എന്ന് പറയുന്നു, ലാഡേഴ്സ് എന്ന് പറയുന്നു, പലപ്പോഴും നമ്മളുടെ തിരഞ്ഞെടുപ്പ് അനുസരിച്ചിരിക്കും. നമ്മൾ ഡിസിപ്ലിൻ എന്നുള്ളത് എപ്പോഴും ആ ലാഡേഴ്സ് എന്നുള്ളത് അതിലേക്കായിരിക്കും നമ്മുടെ മേളോട്ടായിരിക്കും അതിന് നമ്മളെ ഉയർത്തുന്നത്. പക്ഷെ നമ്മുടെ തോട്ട്ലെസ് ആയിട്ടുള്ള ആക്ഷൻസ് ആണെങ്കിലും നമ്മുടെ ഡെയിലി പ്ലാൻസ് ആണെങ്കിലും എല്ലാം തന്നെ അത് പലപ്പോഴും പാമ്പിൻ്റെ വായിലോട്ട് നമ്മൾ പോകുന്ന പോലെ ആയിരിക്കും. കർത്താവാണെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും അപ്പൻ മക്കൾക്ക് ഫുഡിന് പകരം സ്നേക്സോ പാമ്പോ അല്ലെങ്കിൽ തേളിനെയോ കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാമ്പും തേളും എന്ന് പറയുന്നത് സൈറ്റനിക് ആയിട്ടുള്ള ഫോഴ്സസിനെ പറ്റി ആണെന്നുള്ള കർത്താവ് വേറൊരു ഉപമ പോലെ അത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പാമ്പുകൾക്കും തേളുകൾ ഹാവ് ഗിവൻ യു പവർ ഓവർ സ്നേക്സ് ആൻഡ് സ്കോർപ്പിയൻസ് എന്നുള്ള രീതിയിൽ, ട്രെഡ് അപ്പോൺ സ്നേക്സ് ആൻഡ് സ്കോർപ്പിയൻസ് എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോൾ ഒരു സൈറ്റനിക് ഈവിലായിട്ടുള്ള ഫോഴ്സ്, അത് നമ്മളെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരിക്കലും നിങ്ങളാരും ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പിള്ളേർക്ക് നശിപ്പിക്കുന്ന കാര്യങ്ങൾ, പിള്ളേരെ കൊല്ലുന്ന കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ കർത്താവ് പറയുന്നുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴത്തേക്ക് ഇന്നത്തെ ഒരു ജനറേഷനിൽ നമ്മുടെ ഒരു ഫാസ്റ്റ് കൾച്ചർ ആകുമ്പോഴത്തേക്ക് ഫാസ്റ്റ് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും അവർക്ക് ഇഷ്ടമുണ്ടെന്ന് കാണുന്ന കാര്യങ്ങൾ അതായിരിക്കും നമ്മൾ പലപ്പോഴും ചൂസ് ചെയ്യും. അവർക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ അവർക്ക് നല്ലതാണോ എന്നുള്ളത് നമ്മൾ നോക്കാറില്ല പലപ്പോഴും. അപ്പം അത് അവരുടെ ആരോഗ്യത്തെയും അവരുടെ ബുദ്ധിയെയും ഒക്കെ നശിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ആഗ്രഹിക്കുന്നു, അവർ പറയുന്നു, കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവർ പറയുന്നു, നമ്മളവിടെ നോയാണ് പറയേണ്ടത്. അതിന് പകരം അവരുടെ ആ ഒരു അന്നേരത്തെ ആ ഒരു റെസ്പോൺസ്, അതായത് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, അവർ ദേഷ്യപ്പെടുന്നു, അവർ മുഖം മുറിപ്പിച്ചിരിക്കുന്നു. ഇത് ഒഴിവാക്കാനായിട്ട് അവർക്ക് വേണ്ടാത്തൊരു കാര്യമായിരിക്കും നമ്മളവിടെ യെസ് പറയും. അന്നേരത്തേക്ക് അവരുടെ ആ സന്തോഷവും അവരുടെ ആ ചിരിയും അവരുടെ ആ സ്നേഹപ്രകടനവും. പക്ഷേ ശരിക്കും നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ അവിടെ പലപ്പോഴും പാമ്പിനെയും തേളിനെയാണ് കൊടുക്കുന്നത്, അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയുക എന്ന് പറയുന്നത് അത് വിസ്ഡമാണ്. അവർക്ക് ഭാവിയിൽ എന്താണ് നല്ലത്, അല്പകാലത്തേക്കുള്ള കാര്യങ്ങൾക്ക് അത് മാത്രം നോക്കുക, അല്പകാലത്തെ സന്തോഷം മാത്രം നോക്കുമ്പോൾ അതിന് മാത്രം നമ്മൾ യെസ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ ദീർഘകാലത്തേക്കും നിത്യജീവനിലേക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ യെസ് പറയുന്നതെന്നുള്ള ഓർത്തോണം. എപ്പോഴും നോ എന്നുള്ള വാക്കിന് പവറുണ്ട്. ബൈബിളിൽ 10 കന്യാകുമാരുടെ കഥ പറയുമ്പോഴാണെങ്കിലും ഉപമ പറയുമ്പോഴാണെങ്കിലും അതിൽ പറയുന്ന 5 പേര് അവർ ഫോളിഷാണ്, ബുദ്ധിഹീനരാണ്. അവർ എല്ലാം ഒരുക്കവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ അവർ തോട്ട്ലെസ്സാണ്. ഫോളിഷ് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കാതെ പല കാര്യങ്ങളും ചെയ്യുന്നു. അവർ കല്യാണത്തിന് പോകുന്നു, അവർ ആ ലാമ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി, വിളക്കെല്ലാം കൊണ്ടുപോയി, പക്ഷെ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ അവർ കൊണ്ടുപോയില്ല. അപ്പം അത് ഓർക്കാതെ ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ ചെയ്യുന്ന കാര്യങ്ങളായി പറയും. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരെ ഫൂളിഷ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ തോട്ട്ലെസ്സാണ്, അവർ ചിന്തിക്കുന്നില്ല. അതേസമയം മറ്റ് ബുദ്ധിയുള്ള കന്യാകുമാരെന്ന് പറയുന്നത് വൈസ് വേർജിൻസ് എന്ന് പറയുന്നത് അവരെല്ലാം തന്നെ ഒരു ഓർഡറിലും ഒരു പ്ലാനിലും ഒക്കെ ചെയ്ത് അവർക്ക് എടുക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് അങ്ങനെ ഒരുക്കത്തോടു കൂടിയാണ് അവർ പോകുന്നത്.
വെൽ പ്ലാൻഡ് ആയിട്ട്, വെൽ ഓർഡേർഡ് ആയിട്ടാണ് പോകുന്നത്, ഡിസിപ്ലിൻഡ് ആയിട്ടാണ് പോകുന്നത്. എനിവേ, ആ ബ്രൈഡ് ഗ്രൂം വരുന്ന സമയത്ത് പെട്ടെന്ന് അവർ വെയിറ്റ് ചെയ്ത് അവർ ഉറങ്ങിപ്പോയി. പക്ഷെ ആ ബ്രൈഡ് ഗ്രൂം വരുന്ന സമയത്ത് എല്ലാവരും ചാടി എണ്ണീക്കുന്നു. അന്നേരമാണ്, ആ സമയത്താണ് ഈ ഫൂളിഷായിട്ടുള്ള ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് അവർ എണ്ണ എടുത്തിട്ടില്ല. ഇപ്പോൾ വിളക്ക് കത്തിക്കാൻ, ഇരുട്ടാണ്, വിളക്ക് കത്തിക്കാനായിട്ട് എണ്ണ എടുത്തിട്ടില്ല. അവരുടനെ ഈ വയസ്സായിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് എണ്ണ ഞങ്ങൾക്ക് തരാമോ ചോദിക്കുമ്പോഴത്തേക്ക് അവർ നോ പറയുന്നുണ്ട്. എഗെയിൻ വിസ്ഡമാണ് നോ പറയുക എന്നുള്ളത്. കാര്യം അവർ പറയുന്ന പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നമുക്കും ഇത് തികയത്തില്ല, നിങ്ങൾക്കും തികയത്തില്ല. അതിൽ നല്ലത് നിങ്ങൾ പോയി വേറെ അത് വിൽക്കുന്നവരുടെ അടുത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞു. എനിവേ, ദേ മിസ്ഡ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. കാര്യം അവർ തോട്ട്ലെസ് ആയിരുന്നു. അവർ പ്ലാൻ ചെയ്യാതൊക്കെ ചെയ്തുകൊണ്ട് അവർ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് അവർക്ക് വലിയ നഷ്ടങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എഗെയിൻ ഈ വൈസ് വേർജൻസ് എന്ന് പറയുന്നത് അവരുടെ വിസ്ഡത്തിൻ്റെ ഒരു ഭാഗമാണ് നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളത്. കാരണം നമുക്കാണെങ്കിലും നമ്മുടെ ദിവസങ്ങളാണെങ്കിലും ടൈം ആണെങ്കിലും നമ്മുടെ സ്കിൽസ് ആണെങ്കിലും എല്ലാം തന്നെ അത് എഫക്റ്റീവായിട്ട് പ്ലാൻഡായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മളൊരു നല്ലൊരു ഓർഡറും കാര്യങ്ങളും ഉള്ളപ്പോഴത്തേക്ക് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റും. അതേസമയം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും യെസ് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ കൊള്ളാം, വലിയവരുടെ കാര്യമാണെങ്കിൽ കൊള്ളാം, എല്ലാ കാര്യങ്ങളും ഒരു അതിരുകളില്ലാതെ, ഒരു ബൗണ്ടറീസ് ഇല്ലാതെ നമ്മൾ എല്ലാത്തിനും കയറി യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും. വലിയ നഷ്ടങ്ങൾ നമുക്ക് താൽക്കാലത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളോട് യെസ് പറയുമ്പോൾ അവർ ഭയങ്കര സന്തോഷം, ഭയങ്കര സ്നേഹവും ഭയങ്കര കെട്ടിപ്പിടുത്തവും എല്ലാം ആയിരിക്കും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അവരെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ തോന്നും. പക്ഷെ നമ്മൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കുക, കുറച്ചല്ല എപ്പോഴും ബുദ്ധി ഉപയോഗിക്കുക. അവരുടെ ഭാവിയിലേക്ക് ദോഷമാകുന്ന ഒരു കാര്യങ്ങൾക്കും യെസ് പറയാൻ നിൽക്കരുത്. അവിടെ നോ പറയുന്നതാണ് ബുദ്ധി, അവർക്കും നിങ്ങൾക്കും. കാര്യം അവരുടെ ലൈഫിലാണേലും നിങ്ങൾ വലിയ നിക്ഷേപങ്ങളാണ് ഓരോ ദിവസവും ചെയ്യുന്നത്. അവർക്ക് നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാം തന്നെ നല്ല നിക്ഷേപങ്ങളാണ്. അത് വലിയ അവർക്കാണെങ്കിലും അവരുടെ നിത്യജീവനിലേക്ക്, ഇവിടുത്തെ ജീവൻ മാത്രമല്ല നിത്യജീവനിലേക്ക് അവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളായിരിക്കും അതെല്ലാം. അതിനെല്ലാം തന്നെ ഒരുപക്ഷെ യെസിനെക്കാളും നോ പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പാമ്പിൻ്റെ വായിൽ പോകാനാണ് സാധ്യത. അതൊരു ചോയ്സാണ്. ഏണിയിൽ തന്നെ എയിം ചെയ്യുക. അവർ ഉയർച്ചകൾ തന്നെ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു.